149 സൗന്ദര്യം എങ്ങനെയൊക്കെ കൂട്ടാം. മോനേട്ടാ തിരക്കാണോ? ഈടാ ഈയിടെയായിട്ട് മോഹനേട്ടൻ ഗ്ലാമർ ഒത്തിരി കുറയുന്നുണ്ടോ എന്നൊരു സംശയം. എന്തു പറ്റി? എനിക്ക് ഗ്ലാമർ ശ്രദ്ധിക്കാനല്ല നേരം. ഞാനൊരു വില്ലേജ് ഓഫീസറാണ്. ഈ വില്ലേജ് ഓഫീസർ ഒരിത്തിരി സുന്ദരനാവുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അപകടമൊന്നുമില്ലല്ലോ. ഈ വെയിലുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതുകൊണ്ട് മോഹനേട്ടന്റെ മുഖത്തൊരു വാട്ടം. ഇത് കേരളമാണ്. ഇവിടെ വർഷത്തിൽ 6 മാസവും നല്ല വെയിലായിരിക്കും. ഇങ്ങനെ തർക്കിക്കല്ലേ മോനേട്ടാ. ഞാൻ പറഞ്ഞത് വെയില് കൊള്ളണ്ട എന്നല്ല. വെയില് കൊണ്ടു മങ്ങിയാലും തൊലി നല്ല വെട്ടിത്തിളങ്ങാനുള്ള വഴിയുണ്ട്. എന്തായത്? ബ്യൂട്ടി ചോയ്സ് തനി അമേരിക്കൻ ക്രീമാണ്. ഇത് പുരട്ടിയാൽ തൊലിയിലെ എല്ലാ മങ്ങലുകളും മാറും. ആളുകൾക്ക് പുതുജീവനുണ്ടായതുപോലെ ഇരിക്കും. ഉപയോഗിച്ചു നോക്കൂ. ഇത്തരം ക്രീമുകൾ മുഖത്തൊരിക്കലും ഉപയോഗിക്കരുത്. ഇതിലൊക്കെ എന്താ ചേർത്തിരിക്കുന്നത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ബഹുരാഷ്ട്ര കുത്തകകൾ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ കണ്ടെത്തിയിരിക്കുന്ന വഴികളാണ് ഇതൊക്കെ. സൗന്ദര്യം കൂടും, മുഖം വെളുക്കും, തൊലി വെട്ടിത്തിളങ്ങും എന്നൊക്കെ പറഞ്ഞങ്ങ് ഇറങ്ങും. ഒക്കെ തട്ടിപ്പാണ്. ഒരു തട്ടിപ്പില്ലോ. അമേരിക്കക്കാർക്ക് ഉപയോഗിക്കുന്ന ക്രീമായത്. ഒരു സൈഡ് എഫക്റ്റും ഇല്ലാന്ന് ഇതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ചുമ്മാതല്ല അവർക്ക് ഇത്ര സുന്ദരന്മാരായിട്ടിരിക്കുന്നത്. സുന്ദരന്മാരാണോ എന്നെനിക്കറിയില്ല. പക്ഷെ മിക്കവാറും പേര് വെളുത്ത് തുടുത്തിരിക്കും. അത് സമ്മതിക്കാം. അത് അവിടുത്തെ കാലാവസ്ഥയുടെ പ്രത്യേകത ഉണ്ടാ. അല്ലാതെ ഈ ക്രീമിന്റെ അല്ല. ഇത് ലോക തട്ടിപ്പാണ്. അല്ല മോഹനേട്ടാ, ഈ ലോകത്ത് മോഹനേട്ടൻ ഒരാൾ മാത്രമല്ല മനുഷ്യനായിട്ടുള്ളത്. നാട്ടിലുള്ള സകല ആണുങ്ങളും പെണ്ണുങ്ങളും ഇത്തരം ക്രീമുകൾ ഉപയോഗിക്കാറുണ്ട്. അതിന്റെ വില എന്താണെന്നറിയോ മോഹനേട്ടന്? മോഹനേട്ടൻ വിചാരിച്ചാൽ സ്വപ്നത്തിൽ പോലും അതുപോലെ ഒരെണ്ണം വാങ്ങാൻ കഴിയില്ല. അപ്പൊ നിനക്കതെങ്ങനെ പറ്റും? ഞാൻ വാങ്ങിയതല്ലോ. എന്റെ കൂടെ പഠിച്ച മോളിക്കുട്ടി അമേരിക്കയിലാണ്. ഇത്തവണ ലീവിന് വന്നപ്പോ അവള് കൊണ്ടുവന്ന അത്. നീ അത് ഉപയോഗിക്കരുത് ഭാമേ. അത് വെറും തട്ടിപ്പാ. നമ്മുടെ നാട്ടിലെ പ്രകൃതിദത്തമായ സൗന്ദര്യ വസ്തുക്കളെ ഉപേക്ഷിച്ചിട്ടാണ് നീയൊക്കെ ഇതിന്റെ പിന്നാലെ നടക്കുന്നത്. എടി, അമേരിക്കക്കാര് ആയുർവേദത്തിന്റെ പിന്നാലെ വരുന്ന ഈ കാലഘട്ടത്തിൽ ആയുർവേദം ഉണ്ടായ നാട്ടിലുണ്ടായ നമ്മൾ സായിപ്പ് ഉപേക്ഷിച്ച രാസവസ്തുക്കളാ കാശ് കൊടുത്ത് വാങ്ങി മുഖത്ത് പുരട്ടുന്നത്. ഉത്തമനാണ് തോന്നുന്നത്. എന്ത് പറഞ്ഞാലും ഒരു തർക്കം. എന്താ ഉത്തമ രാവിലെ? എനിക്ക് സാറിന്റെ ഒരു സഹായം വേണം. സഹായം പലതരത്തിലുണ്ട്. അതിൽ ഉത്തമൻ കാംക്ഷിക്കുന്നത് ഏതു തരത്തിലുള്ള സഹായമാണ്? തുടങ്ങി. വേണ്ടത്ര രേഖകളില്ലാതെ ഏതെങ്കിലും ആധാരം പോക്കുവരവ് ചെയ്യാനോ പൊസഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങുവാനോ പരിപാടിയെങ്കിൽ നടക്കില്ല. സാറേ സാറേ സാറേ, എന്റെ പൊന്ന് സാറേ, ഇങ്ങനെ ചാടിക്കടിക്കരുത്. എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറയട്ടെ. എനിക്ക് സാറിന്റെ സഹായം വേണ്ടത് ഈ ഒഫീഷ്യലായിട്ടല്ല. പിന്നെന്ത് സഹായമാണ്? സാറിനറിയാലോ, ഒരു പെണ്ണ് കെട്ടണമെന്നുള്ള മോഹവുമായി ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായെന്ന്. ഒരു തരത്തിലും കല്യാണം നടക്കുന്നില്ല. ഇതിനാണോ ഉത്തമൻ എന്റെ സഹായം വേണമെന്ന് പറഞ്ഞത്? ഞാൻ ബ്രോക്കറല്ല, വില്ലേജ് ഓഫീസറാണ്. സാറേ മുഴുവൻ പറയട്ടെ സാറേ. ഈ കല്യാണം നടക്കാത്തതിന് കാരണങ്ങൾ പലതാണ്. പലപ്പോഴും പെണ്ണിന് എന്നെ പിടിക്കൂല. ഇനി എന്തെങ്കിലും മഹാഭാഗ്യം കൊണ്ട് പെണ്ണിന് എന്നെ പിടിച്ചുപോയി കഴിഞ്ഞാൽ അവക്ക് എന്തെങ്കിലും കുഴപ്പം കാണും. ഇനി ഒരു കുഴപ്പവും ഇല്ലാതെ രണ്ടുപേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കേസ് വന്നു കഴിഞ്ഞാൽ എന്റെ അമ്മയും പെങ്ങന്മാര് ഇടയ്ക്ക് അങ്ങനെ കയറി നിൽക്കും. പെണ്ണിന് പൊക്കോ ഇല്ല, നിറം പോരാ, വിദ്യാഭ്യാസം ഇല്ല, പല്ല് പൊങ്ങിയതാണ്, കോങ്കണ്ണുണ്ടോ എന്നൊരു സംശയം, നടക്കുമ്പോ ചെറിയൊരു ചട്ടില്ലേ, തുടങ്ങി 1000 പ്രശ്നങ്ങൾ അവര് പറയും. ഇതില് ഒരു വില്ലേജ് ഓഫീസറുടെ പങ്കെന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. സാറേ, ഇപ്പൊ ഒരു ആലോചന വന്നിട്ടുണ്ട്. പറഞ്ഞു കേട്ടിടത്തോളം പെണ്ണ് തരക്കേടില്ല. അവക്ക് എന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാ ഞാൻ പറഞ്ഞല്ലോ, എന്റെ അമ്മ കയറി നടുക്ക് നിൽക്കും. അതുകൊണ്ട് അമ്മയെ കൊണ്ടുപോകാൻ പറ്റൂല. വേണ്ട, വേറെ ആരെങ്കിലും വിളിക്കൂ. അല്ല, അതിന് ആരെങ്കിലും പോയിട്ട് കാര്യമില്ല. പിന്നെ ഈ പെണ്ണ് കാണാൻ ചെല്ലുമ്പോ നമ്മുടെ കൂട്ടത്തിൽ ഒരു പെണ്ണില്ലെങ്കിൽ നമ്മുടെ വിശ്വാസ്യത അങ്ങ് പോകും. അതുകൊണ്ട് പെണ്ണ് കാണാൻ പോകുമ്പോ സാറ് വക്കീലിനെ ഒന്ന് കൂടെ വിടണം. ഈ വക്കീലാവുമ്പോ ആളൊരു വക്കീലാണല്ലോ. ഈ പെണ്ണിന്റെ വീട്ടുകാർക്ക് ഭയങ്കര ബഹുമാനമായിരിക്കും. പിന്നെ ഈ വരുന്ന വക്കീല് സ്ഥലം വില്ലേജ് ഓഫീസറുടെ ഭാര്യയാണെന്നും കൂടെ പറയുമ്പോ
ഭയങ്കര ബഹുമാനം അങ്ങ് കയറും. അല്ല അങ്ങനെയാണ് പിന്നെ വില്ലേജ് ഓഫീസറുടെ ഭാര്യ പിന്നെ? വില്ലേജ് ഓഫീസർ തന്നെ വരാം. സാരമില്ല, ഞാൻ തന്നെ ഒത്തുകൂടെ വരാം. ഞാന് കല്യാണം മുടക്കാനല്ല നടത്താനാ പോണത്. അല്ല, ഈ കല്യാണം മുടങ്ങാതെ നടത്തണമെന്നുണ്ടെങ്കിൽ പെണ്ണ് കാണാൻ പോകുമ്പോ കൂടെ ഒരു പെണ്ണ് വേണം സാറേ. പക്ഷേ ഭാമ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൾക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ഒരു താല്പര്യമില്ല. സാറേ, വക്കീലിനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം സാറേ. ആദ്യം സാറിന്റെ ഭാഗത്തു നിന്നുള്ള അനുവാദമാണല്ലോ വേണ്ടത്. സാറേ, ഇത് ഇത്രയും ആലോചിക്കാനുള്ള കാര്യമൊന്നും ഇല്ല. ഞാൻ എങ്ങനെയെങ്കിലും ഒരു പെണ്ണ് കെട്ടിക്കോട്ട്. കാണാൻ ചെല്ലുന്ന പെണ്ണുങ്ങൾക്ക് എല്ലാം പരാതിയാ. ഉത്തമന് നിറമില്ല, വിദ്യാഭ്യാസമില്ല, കാറില്ല, അങ്ങനെ ഓരോന്നും. ഇതൊന്നും ഇല്ലാത്തവനും ഒരു പെണ്ണോട്ടണമെന്നുള്ള മോഹമില്ലേ? ഉത്തമൻ പറഞ്ഞപ്പോഴാ ഒരു കാര്യം ഓർത്തത്. എന്താ സാറേ? നിറം കുറവായതുകൊണ്ട് ഏതെങ്കിലും കല്യാണം മുടങ്ങിയോ? മുടങ്ങി അന്നാ. സകല പെണ്ണുങ്ങൾക്കും വെളുത്ത് സുന്ദര കുട്ടപ്പനായ ആണുങ്ങളെ മതി. ഇതിപ്പം അങ്ങനെ നോക്കുമ്പോ സാറിന്റെ പോലെ അത്രയും സൗന്ദര്യമുള്ള എത്ര പേര് ഇവിടെ കാണും? ഞാനിപ്പോ വരാം. ഇതിപ്പോ വക്കീലിനോട് സമ്മതം ചോദിക്കാൻ പോയതാണോ അതോ പോകരുതെന്ന് പാര വയ്ക്കാൻ വേണ്ടിയിട്ടാണോ? ആൾ ഈ സൈസ് കാട്ടുപോത്തായതുകൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയാനും പറ്റൂല. എന്താണ്? ആഹാ, വന്നിട്ടെന്താ വിളിക്കാഞ്ഞേ? ഞാൻ നേരത്തെ വന്നായിരുന്നു. ഞാൻ വിളിച്ചു, മോനേഷ് സാറിനെ കാണുകയും ചെയ്തു. സാർ എന്തോ അത്യാവശ്യം ഒന്നും പറഞ്ഞിട്ട് അകത്തോട്ട് പോവുകയും ചെയ്തു. പിന്നെ വക്കീലെ, ഞാൻ സാറിനോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. വക്കീല് സാറിനെ കൊണ്ടത് സമ്മതിപ്പിക്കണം. എന്ത് കാര്യമാ? ഒരു കല്യാണ കാര്യമാ. മോനോഷ സാറിനാ? ഇനിയോ? മോനേഷ് സാറിനല്ല, എനിക്ക് ഒരു പെണ്ണ് കാണാൻ പോണം. ഉത്തമന്റെ പ്രയാസങ്ങൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാന് അതിനൊരു പരിഹാരം കണ്ടിട്ടുണ്ട്. അപ്പോ സാറ് സമ്മതിച്ചല്ലേ? ഞാൻ മാത്രമല്ല, ഭാമയും. എന്താ കാര്യം എനിക്ക് മനസ്സിലായില്ല. അതായത് ഒരുപാട് പെണ്ണ് കാണാൻ പോയിട്ടും ഉത്തമന്റെ കല്യാണം ഇതുവരെ നടന്നിട്ടില്ല. അതിന് പ്രധാന കാരണമായി ഉത്തമൻ പറയുന്നത് ഉത്തമന് നിറം കുറവാണ് എന്നുള്ളതാണ്. ആള് കറുത്തല്ലേ ഇരിക്കുന്നത്. അതിനെന്താ ഭാമ ഒരു പരിഹാരം? അതിനിപ്പോ എന്താ പരിഹാരം? നീ അല്ലേ നേരത്തെ പറഞ്ഞത് ഈ ക്രീം തേച്ച കാക്ക വരെ വിളിക്കുമെന്ന്? അപ്പോ ഈ ക്രീം ഉത്തമൻ തേക്കട്ടെ. കേട്ടതുമാ, ഇത് അമേരിക്കയിൽ മാത്രം കണ്ടുവരുന്ന വളരെ വിശേഷപ്പെട്ട ഒരു ക്രീമാണ്. ഇത് തേച്ചാൽ ആരും വെളുക്കും. ഭാമയുടെ ഏതോ ഒരു സുഹൃത്ത് അമേരിക്കയിൽ നിന്ന് വന്നപ്പോ കൊണ്ടുകൊടുത്തതാണ്. പിന്നീട് ആലോചിച്ചപ്പോഴല്ലേ മനസ്സിലായത് ഞങ്ങൾക്ക് ഈ ക്രീമിന്റെ ആവശ്യമുണ്ടോ? ഞാനും ഭാമയും വെളുത്തിട്ടാണല്ലോ. ഇനി എന്തോന്ന് ക്രീം? അതുകൊണ്ട് ഈ ക്രീം ഉത്തമനെ പോലെ നിറമില്ലാത്ത ഒരാൾക്ക് തരണമെന്ന് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലേ ഭാമേ? എനിക്കറിയാം. ഇവളുടെ ഏതോ ഒരു സുഹൃത്തിന് കൊടുത്ത് അവളെ വെളുപ്പിക്കണം എന്ന് കരുതിയിരിക്കുകയായിരുന്നു ഇവൾ. പക്ഷേ ഉത്തമനാകുമ്പോ ഞങ്ങൾ രണ്ടുപേർക്കും വളരെ വേണ്ടപ്പെട്ട ഒരാൾ. ഇനിയിപ്പോ നിറമില്ല എന്നൊരൊറ്റ കാരണത്താൽ ഉത്തമന്റെ കല്യാണം നടക്കാതിരിക്കരുത്. മോഹനേട്ടൻ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഇനി എന്ത് പക്ഷയാണ് വക്കീലെ? എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ രണ്ടുപേരും സ്നേഹമുള്ളവരാ. അല്ലെങ്കിൽ തന്നെ ഈ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന സാധനത്തിന് 10 പൈസ പോലും വാങ്ങാതെ എനിക്ക് ഫ്രീ ആയിട്ട് തരുമോ? അപ്പൊ ഞാൻ പൊക്കോട്ടാ. പെണ്ണ് കാണാൻ പോണ്ടേ? അല്ല, ഇത് തേച്ചിട്ട് ഞാൻ നല്ലവണ്ണം വെളുക്കൊന്നും നോക്കട്ടെ. വെളുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കറുത്ത പെണ്ണിനെ കെട്ടേണ്ട ആവശ്യമുണ്ട് സാറേ. വേവോളം കാക്കാക്കി പിന്നെ 6 ഓളം കാക്കാനുള്ള പാട്. എന്ന് പിന്നെ ഞാൻ അല്ല ഉത്തമ, ഞാൻ കാണിച്ചത് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സാധനം എന്റെ അനുവാദമില്ലാതെ മറ്റൊരാൾക്ക് എടുത്തു കൊടുക്കാൻ മോഹനേട്ടൻ എന്താ അധികാരം? ഞാൻ നിന്റെ ഭർത്താവാണ്, നീ എന്റെ ഭാര്യ. അതിന് ഭാര്യയുടെ ആരോഗ്യത്തിനോ സൗന്ദര്യത്തിനോ അപകടം വരുന്നൊരു കാര്യം ഭാര്യ ചെയ്താൽ അത് തടയാനുള്ള അവകാശം ഭർത്താവിനുണ്ട്. പക്ഷെ എന്താണ് നല്ലത്, എന്താണ് ചീത്താന്ന് ആരാണ് തീരുമാനിക്കുന്നത്? ഭർത്താവ്. അങ്ങനെയാണല്ലോ വേണ്ടത്. ഞാൻ ഇറങ്ങുന്നു, വൈകിട്ട് കാണാം.